വാട്ടർ അബ്സോർബ് ചെയ്യാത്ത ഒരു സർഫസിലും സിമെൻറ്റീഷ്യസ് ആയ അഡസീവ് ഉപയോഗിച്ചിട്ട് ടൈൽ ഒട്ടിക്കരുത്, വിട്ടുപോരും. PUA 212 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തും എന്തിലും ഒട്ടിക്കാൻ സാധിക്കും. മെറ്റലിൻ്റെ മുകളിൽ മെറ്റൽ ഒട്ടിക്കുന്നതിനോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തൊരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ മൾട്ടിവുഡിൻ്റെ മുകളിൽ ഏതെങ്കിലും ഗം ഉപയോഗിച്ച് ഒട്ടിക്കണമെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. പലരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നു MCയിൽ വെച്ച് ഒട്ടിക്കാം, ചിലർ പറയുന്നു എറാളൈറ്റ് വെച്ച് ഒട്ടിക്കാം. ഒരു ടൈൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് C2 ഗ്രേഡിലുള്ള വൈറ്റ് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതിയെന്ന്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കൃത്യമായ അറിവില്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ MBK ഇലക്ട്രിക്കലിൻ്റെ ടീമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് MBK ഇലക്ട്രിക്കലിൻ്റെ PUA 212 ഗം. ഈ ഗമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ എന്തുമാകട്ടെ നമ്മൾ എന്ത് പ്രതലത്തിൽ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഇരുമ്പിൽ വരെ ഈ ഗം ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ PUA 212ൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. ആ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ബോറടിപ്പിക്കാതെ നേരെ വർക്ക് സൈഡിലോട്ട് വിടാം. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് വരുന്നുണ്ടെങ്കിലും ലൈക്കും കമൻറ്റും തീരെ കുറവാണ്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ വിലയേറിയ കമൻറ്റുമാണ് എനിക്ക് പുതിയ കണ്ടൻറ്റുകൾ കണ്ടെത്തുന്നതിനുള്ള ഊർജ്ജം. അപ്പോൾ നമ്മുടെ വർക്ക് സൈറ്റ് എറണാകുളം ജില്ലയിലെ കോതമംഗലം തൃക്കരിയൂരാണ് ഇന്നത്തെ വർക്ക് സൈറ്റ്. അപ്പോൾ നമ്മുടെ വർക്ക് സൈറ്റ് എത്തിക്കഴിഞ്ഞു. നമുക്ക് ചെയ്യാനുള്ള കിച്ചൺ ഇതാണ്. ഓപ്പൺ കിച്ചനാണ്. കിച്ചൺ സ്ലാബൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മൾട്ടിവുഡൊക്കെ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൾട്ടിവുഡിൻ്റെ വർക്കേഴ്സ്. ഞങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ അവർ സിങ്കൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് മൾട്ടിവുഡിൻ്റെ അതേ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ 3 mm ഗമ്മ വലിക്കുന്നത്. അപ്പോൾ 3 mm ഗ്യാപ്പ് സിങ്കും ഗ്രാനൈറ്റും തമ്മിലുണ്ടാവും. ആ ഗ്യാപ്പിൽ നമുക്ക് അപ്പോക്സി ഫില്ല് ചെയ്യണം, എങ്കിലാണ് ലീക്കേജ് ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പണി ഗ്രാനൈറ്റൊക്കെ കട്ട് ചെയ്ത് സ്ലാബിൻ്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സിങ്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. സിങ്ക് സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്യുന്നത്. സിങ്ക് പല രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് സിങ്കിന് മുകളിൽ വരത്തക്ക രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ സിങ്ക് വെച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മളത് പൊഴിച്ച് അത് ഗ്രാനൈറ്റും സിങ്കും ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ ചെയ്തെടുക്കും. ഈ 2 രീതി ഏതായാലും കുഴപ്പമില്ല. ചെയ്യുമ്പോൾ അപ്പോക്സിയൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രം. എങ്കിലും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലീക്കേജ് ഉണ്ടാവില്ല. നമ്മൾ ഗ്രാനൈറ്റും സിങ്കും തമ്മിലുള്ള ഗ്യാപ്പ് 3 mm ഗ്യാപ്പ് നന്നായിട്ട് അപ്പോക്സി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇപ്പോൾ പലർക്കും തോന്നുന്നൊരു ഡൗട്ടാണ്, സിങ്കിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് വയ്ക്കുമ്പോൾ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ സിങ്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നാൽ, അങ്ങനെ പെട്ടെന്ന് വരില്ല, എന്നാലും മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഗ്രാനൈറ്റ് പൊളിച്ച് മാറ്റാതെ സിങ്ക് എങ്ങനെ അടുത്തത് റീപ്ലേസ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഗ്രാനൈറ്റ് പൊളിച്ച് കളയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. പഴയ സിങ്ക് കട്ട് ചെയ്തിട്ട് അതേ അളവിലുള്ള സിങ്ക് വാങ്ങിക്കുക. അതിനുശേഷം ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചില വീടുകളിലൊക്കെ നമ്മൾ ഈ ചെയ്ത സെയിം രീതി ചെയ്തിട്ടും ലീക്കേജ് വരുന്നുണ്ട്. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കും ഗ്രാനൈറ്റും തമ്മിൽ 3 mm സ്പേസർ ഗ്യാപ്പ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അതിനകത്ത് അപ്പോക്സി ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോഴും ചിലരൊക്കെ സിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ വേണ്ടത്ര സ്പേസർ ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് ലീക്കേജ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സ്പേസർ ഗ്യാപ്പ് ഇട്ട് ചെയ്യുക, എങ്കിൽ ഒരു കാരണവശാലും ലീക്കേജ് വരില്ല. അപ്പം മച്ചാന്മാരെ, നമ്മളിന്ന് മൾട്ടിവുഡിൻ്റെ മുകളിൽ ചെയ്യാൻ പോകുന്ന അഡ്ഹസീവ് ഒന്ന് പരിചയപ്പെടാം. MBK ഇലക്ട്രിക്കലിൻ്റെ PUA 212. ഇത് നമുക്ക് 8 കിലോയുടെ ബക്കറ്റാണ്. ഇത് 4 കിലോയുടെ ബക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വർക്കേഴ്സിനായിട്ട് 150 രൂപയുടെ ഒരു ടോക്കൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള കൂപ്പൺ ഇതാണ്. ഇത് നിങ്ങൾ സ്കാൻ ചെയ്യാൻ വെറുതെ മെനക്കെടണ്ട, ഞാൻ ഓൾറെഡി സ്കാൻ ചെയ്ത് എടുത്തതാട്ടോ. കൂടാതെ ഇതിനകത്തുള്ളത് റെസിനും ഹാർഡറുമാണ്. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ PUA 212 എന്താണ്, അത് എന്ത് പർപ്പസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. മച്ചാന്മാരെ, PUA 212 എന്ന് പറഞ്ഞാൽ പോളി യൂറത്തീൻ അഡസീവാണ്. സിമെൻറ്റ് ബേസ്ഡ് അഡസീവ് അല്ല, പോളി യൂറത്തീൻ ബേസ്ഡ് അഡസീവാണ് PUA 212.
ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ടൈപ്പ് 5 അഡസീവാണ്. നമ്മുടെ സിമെൻറ്റീഷ്യസ് ആയ അഡസീവ്സൊക്കെ ടൈപ്പ് 3 വരെയൊക്കെയാണ് വരുന്നുള്ളൂ. നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്യാത്ത ഒരു സർഫസിലും സിമെൻറ്റീഷ്യസ് ആയ അഡസീവ് ഉപയോഗിച്ചിട്ട് ടൈൽ ഒട്ടിക്കരുത്, വിട്ടുപോരും. അതുകൊണ്ട് നമ്മൾ ഡ്രൈ വാൾസ്, മൾട്ടിവുഡ്, സ്റ്റീല് മുതലായവയുടെ മുകളിലൊക്കെ ടൈൽ ഒട്ടിക്കുന്നെങ്കിൽ PUA ബേസ്ഡായ അഡസീവ് ഉപയോഗിച്ചിട്ട് മാത്രം ടൈൽ ഒട്ടിക്കുക. എങ്കിലാണ് നമുക്ക് നല്ല ബോണ്ടിങ് സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. കൂടാതെ നമ്മുടെ നാനോവൈറ്റ് ഒട്ടിക്കുന്നതിനും ഈ അഡസീവ് ഉപയോഗിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാനോവൈറ്റ് ഒരിക്കലും ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് അല്ല, റെസിൻ ഹാർഡൻ ബേസ്ഡായ ഒരു മെറ്റീരിയലാണ് നാനോവൈറ്റ്. അപ്പോൾ ഒരിക്കലും ഇത് വാട്ടർ അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് നല്ല ബോണ്ടിങ് സ്ട്രെങ്ത് ഉണ്ടാകുന്നതിന് വേണ്ടി PUA ബേസ്ഡായ അഡസീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നാനോവൈറ്റ് ഒക്കെ ചെയ്യേണ്ടത്. നമ്മുടെ ഈ PUA 212 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തിലും ഒട്ടിക്കാൻ സാധിക്കും. മെറ്റലിൻ്റെ മുകളിൽ മെറ്റൽ ഒട്ടിക്കുന്നതിനോ, സ്റ്റോണിൻ്റെ മുകളിൽ സ്റ്റോൺ ഒട്ടിക്കുന്നതിനോ, മെറ്റലിൻ്റെ മുകളിൽ സ്റ്റോൺ ഒട്ടിക്കുന്നതിനോ, ചുരുക്കം പറഞ്ഞാൽ എന്തിലും നമുക്ക് ഈ അഡസീവ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ള അഡസീവ്സൊക്കെ 40-50 കിലോഗ്രാം വെയിറ്റ് താങ്ങുമെങ്കിൽ ഇത് 400 മുതൽ 4000 കിലോഗ്രാം വരെ ഒരു സ്ക്വയർ മീറ്ററിൽ വെയിറ്റ് താങ്ങും എന്നുള്ളതാണ്. അത്രയ്ക്ക് ഹെവി സ്ട്രെങ്ത്താണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ബിഗ് സ്ലാബുകളൊക്കെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ PUA 212 ഉപയോഗിക്കാവുന്നതാണ്. അപ്പം മച്ചാമാരെ, നമ്മുടെ PUA 212 എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ വരുന്നത് 4:1 ആണ്. അപ്പോൾ നമ്മൾ റെസിൻ 4 പാർട്ട് എടുക്കുന്നു, ഒരു പാർട്ട് ഹാർഡറും എടുക്കുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നു. അധികം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് മിക്സിങ് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ചെയ്യാനുള്ള മൾട്ടിവുഡിൻ്റെ മുകളിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കെല്ലാം നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച PUA 212 അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ ഈ ഗം അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബെഡാണ്. ഫുൾ ബെഡിൽ 3 mm മാക്സിമം തിക്നെസ് മതി. തിക്നെസ്സിൽ നമ്മൾ ട്രബിൾ ചെയ്യുക. ട്രബിൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സ്പോട്ട് ബോണ്ടിങ് ചെയ്തു എന്ന് കരുതി പിടിക്കാതിരിക്കുകയില്ല. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്ലാബിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നതിനോ അങ്ങനെയുള്ളതിനൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വരും. ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചെറിയ പീസൊക്കെയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയല്ല, ചിലപ്പോൾ സ്ലാബിൻ്റെ ഉള്ളിൽ വെള്ളം എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങുകയാണെങ്കിൽ ബാക്ടീരിയ, ഫംഗസൊക്കെ വരികയും പിന്നെ സ്മെല്ല് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബെഡ് ഉണ്ടാക്കിയിട്ട് 3 mm ബെഡ് ഉണ്ടാക്കി കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ സ്പോട്ട് ബോണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 10% അതല്ലെങ്കിൽ ഒരു 20-50% പിടുത്തമൊക്കെയാണ് വരുള്ളൂ. നമ്മൾ ഇതേപോലെ ട്രവൽ ഉപയോഗിച്ച് 3 mm ട്രവൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു 90% മേളിലെങ്കിലും പിടുത്തം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലാബുകളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ബെൻഡൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ലെവലാക്കി എടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് വയ്ക്കാനുള്ളത് കിച്ചൺ സിങ്കാണ്. സിങ്ക് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പൊഴിച്ച മൾട്ടിവുഡിൻ്റെ ഏരിയകളിലെല്ലാം ഗം അപ്ലൈ ചെയ്തു. അതിനുശേഷം സിങ്ക് വെച്ച് കറക്റ്റ് സീറ്റിംഗ് ആക്കി. അതിനുശേഷം നമ്മൾ ഈ സിങ്ക് വയ്ക്കുന്ന ഏരിയ ചെയ്യുന്നത് നമുക്ക് സ്പോട്ട് ബോണ്ടിങ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗമ്മ് ഒരല്പം കുറവ് വന്നു. അപ്പോൾ വീട്ടുകാർ വീണ്ടും മേടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്പോട്ട് ബോണ്ടിങ് ആക്കി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ അടുത്തടുത്തായിട്ട് സ്പോട്ട് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് ക്ലിയറാക്കി എടുത്തു. ശരിക്കും ചെയ്യേണ്ട രീതി ബെഡാണ്. ഫുൾ ബെഡിൽ തന്നെ ട്രബിൾ ചെയ്തിട്ട് ആദ്യം ചെയ്ത അത് സെയിം രീതിയിൽ തന്നെ ചെയ്യുക. അതാണ് എപ്പോഴും ബെറ്റർ. സ്പോട്ട് ബോണ്ടിങ് ചെയ്തു എന്ന് കരുതി വിട്ടുപോരത്തൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ സ്പോട്ട് ബോണ്ട് ചെയ്യാനുള്ള ലാട്രിഗേറ്റിന് തന്നെ 310 എന്നൊരു ഗമ്മുണ്ട്. ആ ഗമ്മിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, പോയി കാണുക. അപ്പോൾ നമ്മൾ സിങ്ക് 3 mm ഗ്യാപ്പ്, ഗ്രാനൈറ്റും സിങ്കും തമ്മിൽ 3 mm ഗ്യാപ്പ് ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഗ്യാപ്പിലൊക്കെ അപ്പോക്സി ടൈറ്റായിട്ട് ഫില്ലാക്കണം. പിന്നെ ഒരു രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളോ സിങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബെൻഡൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ചെയ്തിട്ട് എടുത്തു. എല്ലായിടത്തും കറക്റ്റ് ലെവലാക്കി. ചെറിയ പുളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഗ്രാനൈറ്റ് സ്ലാബായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെയിറ്റൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തെടുത്തു. നമ്മൾ സ്ലാബ് വെച്ചതിന് ശേഷം മൾട്ടിവുഡിൻ്റെ പുറത്തോട്ട് എക്സസായിട്ട് വന്നിരിക്കുന്ന ഗമ്മുകളെല്ലാം അപ്പോൾ തന്നെ കൈയോടെ കറക്റ്റ് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നീട് അത് സെറ്റായി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മൾട്ടിവുഡിൻ്റെ മുകളിലുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ ഒരു ഗ്രാനൈറ്റ് വയ്ക്കാനുണ്ട്. അത് നമ്മൾ പരിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പരിക്കൻ സിമെൻ്റൊക്കെ ഉപയോഗിച്ച് ഗമ്മടിയിൽ ബട്ടർ ചെയ്തിട്ടാണ് ചെയ്തത്.
നമ്മുടെ സ്ലാബിൻ്റെ തിക്നെസ് വേരിയേഷനൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൺലൈറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഡബിൾ പീസൊക്കെ ഒട്ടിച്ച് 5 സെൻറ്റിമീറ്റർ ഡബിൾ പീസൊക്കെ ഒട്ടിച്ച് കറക്റ്റ് ചെയ്തെടുത്തു. നമ്മൾ വാളിൽ ചെയ്യുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് 4/2 ടൈലാണ്. നമ്മൾ 2 അടി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ മൾട്ടിവുഡൊക്കെ വരാനുള്ളതാണ്. അതിപ്പോൾ ചെയ്യുന്നില്ല, പിന്നീടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വർക്കൊക്കെ ഇവിടെ ഫിനിഷായി. അപ്പോൾ നമുക്ക് അപ്പോക്സി വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോക്സിയൊക്കെ എല്ലാ ജോയിൻറ്റിലും നമ്മൾ സിങ്കിൻ്റെ ചുറ്റുമൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. മച്ചാമാരെ, അപ്പം നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലുള്ള ബ്ലാക്ക് സ്ലാബുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ്ങും ആയിരിക്കും, നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. അതല്ലെങ്കിൽ പിന്നീട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാനോ വൈറ്റാണ്. നാനോ വൈറ്റ് നല്ല സ്ട്രോങ് ആയ സാധനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ റേറ്റ് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നവരില്ല. ഇതിനാകുമ്പോൾ നേരെ അതിൻ്റെ പകുതി പൈസയാവുള്ളൂ. റേറ്റ് കുറഞ്ഞ സ്ലാബുകൾ കിച്ചൺ സ്ലാബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. സ്ക്വയർ ഫീറ്റിന് 150 താഴെയുള്ള സ്ലാബുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നല്ല പ്യുവർ ബ്ലാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡബിൾ സ്ട്രോങ്ങും ആയിരിക്കും, കാണാൻ നല്ല അടിപൊളിയായിരിക്കും. മച്ചാമാരെ, ഇപ്പോൾ PUA 212ൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തരാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു. ഓരോ പർപ്പസിനും ഓരോരോ ഗമ്മുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് എല്ലാ ബ്രാൻഡിനും അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള ഗമ്മുകളൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ടെക്നീഷ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചാമാർക്കും ഗുഡ് ബൈ.